ഹായ്, ഞാനും അമ്മയും ഇന്ന് മുടപ്പല്ലൂർ വന്നിരിക്കുകയാണ്. മുടപ്പല്ലൂർ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാണ്. ഈ സുഹൃത്തിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. ഞാൻ സുഹൃത്തിൻ്റെ പല കരവിരുതുകളെല്ലാം പേപ്പറിലൂടെ കണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്. കരവിരുതുകളെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കരവിരുതുകളൊന്നുമല്ല. ജീവിക്കാൻ വേണ്ടി പാരാബ്ദം അതെങ്ങനെയും തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് കാണാം. സുനിലിനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു പേപ്പറിൽ ഒരു ഇത് കണ്ടുകൊണ്ടാണ്. സുനിൽ നെറ്റിപ്പട്ട ഉണ്ടാക്കും, കുടയുണ്ടാക്കും, പേപ്പർ പേന ഉണ്ടാക്കും. ഇതൊക്കെ നടത്തിയാണ് സുനിൽ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സുനിലെ എന്തായിരുന്നു പറ്റിയേ? എത്ര നാളായി? സുനിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. മരത്തിൽ നിന്ന് വീണ്ടും സുനിൽ തളർന്നുപോയി. ഇപ്പോൾ കാല് രണ്ടിൻ്റെയും അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. സുനിലിൻ്റെ കാലിന് മാറ്റിക്കേ. കാരണം ഈ കാല് സുനിലിന് അനക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, സുനിലിന് യൂറിൻ പാസ് ചെയ്യുന്നത് ബാഗ് ഇട്ടാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആരുടെയെങ്കിലും സപ്പോർട്ടില്ലാതെ സുനിലിൻ്റെ വീടാണിത് കേട്ടോ. സുനിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വല്ലാത്തൊരു പരിതാപാവസ്ഥയിലുള്ള സ്ഥലമാണ്. കാരണം ഇപ്പോൾ സുനിലിൻ്റെ ബാത്റൂമിൽ പോകുന്ന ഇതിലാണ് ആണല്ലേ. ബാത്റൂമിൽ പോകുന്ന അത് ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ, സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് തന്നെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ റോട്ടിലോട്ട് പോകണമെങ്കിലും, റോട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കാണുന്ന സ്ഥലം മുടപ്പല്ലൂരാണ്. അപ്പോൾ ഇവിടുന്ന് അദ്ദേഹത്തിന് പറയുന്നത് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം മറ്റുള്ള സഹായമില്ലാതെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഗ്രില്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇറങ്ങിപ്പോയി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ സുനിൽ അവിടെ നിന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ കണ്ടോളൂ. വളരെ പ്രയാസപ്പെട്ടാണ് സുനിൽ ഈ വീൽ ചെയറിലോട്ട് എഴുന്നേൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി വീൽ ചെയറിലോട്ട് എഴുന്നേറ്റിരിക്കും. പിന്നെ ബാത്റൂമിലോട്ടൊക്കെ പോകണമെങ്കിൽ മറ്റുള്ളവരെ കൂട്ടുകാരന്മാർ വന്ന സമയമാകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ സുനിലിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് ഞാനും അമ്മയും കൂടെ സുനിലിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സുനിലിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി സുനിലിന് പറയാനുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും. സുനിലെ എന്താണ് പറയാനുള്ളത്? സ്വന്തമായിട്ട് വീടില്ല, അതാണ് ഒരാഗ്രഹം. സ്വന്തമായിട്ടൊരു വീട് സ്ഥലം. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ, ലോട്ടറി കച്ചവടം തുടങ്ങണമെന്നുണ്ട്. അതിന് കുറച്ച് റാമ്പും കാര്യങ്ങളും അടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അതിന് വേണ്ടിയിട്ട് ഒന്ന് നടത്തലാണ്. ഇപ്പോൾ ഇലക്ഷൻ പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിൽ എവിടെയാണ് ജനിച്ചതൊക്കെ? ഞാൻ കൊഴുപ്പുള്ളി, കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കൊഴുപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ, അപ്പോൾ അടുത്ത പഞ്ചായത്താണ് അതല്ലേ? അപ്പോൾ സുനിലിന് ആരൊക്കെയുണ്ട്? വീട്ടിലാരുമില്ല, അച്ഛനും അമ്മയും മരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. എത്ര നാളായി മരിച്ചു പോയിട്ട്? 8 വർഷം കഴിഞ്ഞു. 8 വർഷം. സഹോദരങ്ങളൊക്കെ? ഒരു ചേച്ചിയുണ്ട്, കല്യാണം കർണാടകയിലാണ്. ആ, അതെ. സുനിലിനപ്പോൾ പണ്ടത്തെ സമ്പാദ്യങ്ങളൊന്നും ഇല്ല ബാങ്കിൽ. അപ്പോൾ സുനിലിന് വീടൊക്കെ എവിടെയാ? വിറ്റു. അപ്പോൾ ഇപ്പോൾ സ്ഥലവും ഒരു സാമ്പത്തികം ഒന്നുമില്ല. വാടകയ്ക്ക് എത്ര വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നത്? 14 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയാണല്ലേ? ഓഹോ. അപ്പോൾ ഇപ്പോൾ സുനിലിൻ്റെ ആഗ്രഹം ഒരു 2 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും മേടിച്ച് ഒരു ചെറിയൊരു വീട് പണിയണം അല്ലേ? അപ്പോൾ പറ, അത് നമ്മുടെ വീടാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ സുനിലിൻ്റെ ആഗ്രഹം ഇതാണ്. അപ്പോൾ സുനിലിനെ എനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല, വലിയ ഹിസ്റ്ററി ഒന്നും സുനിലിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനിങ്ങനെ യാദൃശ്യമായി വന്ന് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. കാരണം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് സുനിലിൻ്റെ. ഇത് കണ്ടേ, ഇതാണ് ജീവിതം. അപ്പോൾ അമ്മയും ഞാനും കൂടെ വന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സുനിലിനെ സഹായിക്കാൻ പലരും നമ്മുടെ നാട്ടുകാർക്ക് നല്ല ഹൃദയമുള്ള ആൾക്കാരാണ്. സുനിലിൻ്റെ ആഗ്രഹം 2 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് വാടകയില്ലാതെ ഇനിയുള്ള കാലങ്ങളിലുള്ളൊരു ജീവിതം നയിക്കണം എന്നാണ് സുനിലിൻ്റെ ആഗ്രഹം. അപ്പം നല്ലവരായ നമ്മുടെ ആളുകൾ എല്ലാവരും സുനിലിനെ സഹായിക്കുക. സുനിലിൻ്റെ അക്കൗണ്ട്
സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. സുനിലെ ആ അക്കൗണ്ട് നമ്പറും ഒന്ന് കാണിച്ചേ. സുനിലിൻ്റെ അക്കൗണ്ട് നമ്പർ സുനിലെ ഗൂഗിൾ പേ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞോളൂ. 70 25 24 31 61. ഓക്കെ. അപ്പോൾ ആ വിജയൻ്റെ അമ്മ പറയുന്നു കേട്ടോ. ആരുടെ ലുക്കമ്മേ? വിജയൻ്റെ അമ്മയുടെ അതൊരു ഫ്രണ്ടിൻ്റെ ലുക്കാണ് സുനിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അപ്പോൾ അമ്മയുടെ അടുത്ത ഒരു കൂട്ടുകാരനാണ് സുനിൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത് കാണുന്നവർ സുനിലിനെ ഒന്ന് സഹായിക്കണം. ഓക്കെ, ബൈ.